ഒത്തിരി സന്തോഷത്തോടെ ഈ നമ്മുടെ ധ്യാനത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ രാത്രിയിൽ ഇത്രയും സമയം തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി, വചനം ശ്രവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊരു വില കൊടുത്തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, വില കൊടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അത് അലസമായിരിക്കാതെ വില കൊടുത്തിരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം ദൈവം സ്വർഗം തുറന്ന് നമുക്ക് നൽകും. വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മള് ഈ ദിവസങ്ങളിൽ കണ്ടു, ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്, അല്ലെങ്കിൽ ബാപ്റ്റിസത്തിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത്. ഇപ്പൊ സ്നാനമേറ്റ ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥൈര്യലേപനത്തിലൂടെ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമ്മളെ ശക്തീകരിച്ചു, ഒരു പൂർണ്ണ ക്രിസ്ത്യാനിയാക്കി മാറ്റി. കൺഫേംഡ് ആസ് എ ട്രൂ ക്രിസ്ത്യൻ. കർത്താവിന്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് നമ്മളെ ദൈവം നിയോഗിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ എന്താണ്, പെന്തക്കോസ്ത പഴയ നിയമത്തിൽ എന്താണ്, പുതിയ നിയമത്തിലെ പെന്തക്കോസ്ത എന്താണ് നമ്മളോട് പറയുന്നത്, എന്താണ് അത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഉണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നു എന്നതുകൊണ്ടാണ് ഇതെല്ലാം ഓർക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അതിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ലഭിച്ച പഴയ നിയമ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോ അവിടെ ദാവീദൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞപ്പോ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സങ്കീർത്തനം അറിയാം, 51-ാം സങ്കീർത്തനത്തില് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് നിലവിളിക്കുകയാണ്. എന്നാൽ നമ്മള് യേശുക്രിസ്തുവിന് ശേഷം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, മാമോദീസായിലൂടെ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം ഒരിക്കലും പിന്നീട് എടുത്ത് കളയുന്നില്ല. എന്നും നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകിയത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല. സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു കൂദാശയായിട്ടാണ് നമുക്ക് തന്നത്. ഇന്ന് നമുക്ക് ദി സാക്രമെന്റ് ഓഫ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് എന്താ പറയുന്നത്, ഈസ്റ്റേൺ ചേർച്ചുകളിലൊക്കെ മാമോദീസായും സ്ഥൈര്യലേപനവും കുർബാനയും ഒരുമിച്ച് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തന്നെ. എന്നാൽ ലാറ്റിൻ സഭയില് ഇപ്പോൾ അത് ആദ്യം മാമോദീസ കൊടുത്തതിന് ശേഷം പിന്നീട് പിള്ളേരെ അതിനായിട്ടൊക്കെ കൂടുതൽ ഒരുക്കിയതിന് ശേഷമാണ് കൊടുക്കുന്നത്, നമുക്കറിയാം. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഈ കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളുടെ നിറവ് ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആ കൂദാശയിലൂടെ ദൈവം നമ്മളെ അനുവദിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സന്തോഷം, ഫലങ്ങള്, അല്ലെങ്കിൽ ദാനങ്ങള്, കൃപകള്, ഇതൊന്നും നമ്മൾ അനുഭവിക്കാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വരണ്ട അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ്? അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. വൈ ആർ വി നോട്ട് ഗെറ്റിംഗ് ആൻസേഴ്സ് ഫോർ അവർ പ്രേയേഴ്സ്? എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എന്തുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല? ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കാത്തത് കൊണ്ടും അവിടുത്തെ വചനം നമ്മളിൽ വസിക്കാത്തത് കൊണ്ടും നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടും. ഈശോയുടെ നാമത്തിൽ ചോദിക്കാത്തത് കൊണ്ടാണ്, വചനം നമ്മളിൽ നിലനിൽക്കാത്ത. ഉത്തരവൊക്കെ ശരിയാണ്. അപ്പോ വചനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല? കാരണം
ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. വചനത്തോട് നമുക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിപ്പെടുകയാണ്. അപ്പോ പരിശുദ്ധാത്മാവിലേക്കുള്ള അല്ലെങ്കിൽ ദൈവകൃപ അനുഭവിക്കുന്നതിന്, ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളും സന്തോഷവും ആനന്ദവും ഫലങ്ങളും എല്ലാം അനുഭവിക്കുന്നതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്. പാപം മനുഷ്യ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. ഒരു വ്യക്തി അനുതാപമില്ലാതെ നിരന്തരം പാപത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദുർബലമായി പോവുകയാണ്. പരിശുദ്ധാത്മാവ് സജീവമായി മാറുന്നില്ല. പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോവുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് പാപം? എന്താ പാപം? പറയാമോ? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ ധാരണ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണം, അറിയാവുന്നവർ പറയണം. നമ്മളൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് വെറുതെ ഇങ്ങനെ രാത്രി ചുമ്മാ അങ്ങനെ ഇരുന്നാ പോരാ, സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ ഇതിന് ഉത്തരം പറയണം. അപ്പൊ എന്താണ് പാപം? പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. നിയമലംഘനമാണ്. യോഹന്നാൻസിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതാണ് ബൈബിളിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സിമ്പിളും എന്നാൽ ഏറ്റവും അർത്ഥവത്തായതുമായ ഒരു നിർവചനം എന്ന് പറയുന്നത്. എന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പാപം ദൈവത്തിനെതിരെയും സ്നേഹത്തിനെതിരെയും സത്യത്തിനെതിരെയുമുള്ള ഒരു കുറ്റകൃത്യമാണെന്നാണ് സഭയുടെ പ്രബോധനം. എന്താണ് പാപം? ദൈവത്തിനെതിരെയും സ്നേഹത്തിനെതിരെയും. അതാണ് കൽപ്പനകളുടെ ലംഘനം. നിയമലംഘനം എന്ന് പറയുമ്പോൾ, പ്രമാണങ്ങളുടെ ലംഘനം എന്ന് പറയുമ്പോൾ ഇതാണ്. എന്ത്? ദൈവത്തിനോടുള്ള സ്നേഹം ദൈവത്തിനെതിരെയാണ്. അതുപോലെ സഹോദരങ്ങളോട് ഉള്ള സ്നേഹത്തിനെതിരായിട്ട് മാറുന്നു, സത്യത്തിനെതിരായിട്ട് മാറുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 1849 ഖണ്ഡികയില് CCCയിൽ പറയാണ്, പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ ഒരു കുറ്റകൃത്യമാണ്. അത് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലെ പരാജയമാണ്. മനസ്സിലായോ എന്താന്ന്? പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ കുറ്റകൃത്യമാണ്. യുക്തിക്കെതിരാണ്, സത്യത്തിനെതിരാണ്. അതുപോലെ ശരിയായ മനസാക്ഷി, എന്റെ മനസാക്ഷി നിന്റെ മനസാക്ഷി അങ്ങനെയല്ല, ശരിയായ മനസാക്ഷിക്ക് എതിരായിട്ടുള്ള കുറ്റകൃത്യമാണ്. അത് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലെ പരാജയമാണ്. ദൈവത്തോടും അയൽക്കാരനോടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഇതിന്റെ എല്ലാം സംഗ്രഹമാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭ പാപത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ പറയുന്ന ഇതാണ്: മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഇത് കേടുപാടുകൾ വരുത്തുകയാണ്. വീണ്ടും ആ ഖണ്ഡികയിൽ തന്നെ 1849 ഖണ്ഡികയിൽ തന്നെ പറയുന്നുണ്ട്, അത് മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധത്തിൽ കേടുപാടുകൾ വരുത്തുകയാണ്. അത് മനുഷ്യ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും ആത്മാവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഈ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോ, കേടുപാടുകൾ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ നമ്മള് മുറിവേറ്റവരായി മാറുന്നു. ഒപ്പം നമ്മുടെ ആത്മാവ് ദുർബലപ്പെടുകയും ചെയ്യുകയാണ്. വീണ്ടും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന 1850 ഖണ്ഡികയില് CCCയില് പാപം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ സ്വയം നിലകൊള്ളുകയും നമ്മുടെ ഹൃദയങ്ങളെ അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. പാപത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നു എന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മ നിറവിന് വേണ്ടി, പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി, ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഈ ധ്യാനത്തിലൂടെ.
കുറെ ദിവസങ്ങളായി നമ്മൾ ഈ 4-5 ദിവസങ്ങളായിട്ട് രാത്രിയുടെ യാമങ്ങൾ അതിനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ പാപത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്നു, അല്ലെങ്കിൽ നമ്മളെ വേർപെടുത്തുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് നാളെ ധ്യാനിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആത്മനിറവിലായിരിക്കാൻ പറ്റുന്നില്ല? പരിശുദ്ധാത്മ നിറവിൽ, അഭിഷേകത്തിൽ എല്ലാ ദിവസവും നമുക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിന്റെ തടസ്സമേഖല എന്ന് പറയുന്നത് നമ്മളിലെ പാപമാണ്. അതിനെക്കുറിച്ചാണ് കൃത്യമായിട്ട് വചനവും കത്തോലിക്ക സഭയുടെ പ്രബോധനവും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 59-ാമത്തെ അധ്യായത്തിന്റെ 1-2 വചനങ്ങളിൽ പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് യെശയ്യായിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. കേൾക്കാനാകാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യമൊന്നും സംഭവിച്ചിട്ടില്ല, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ കരം കുറുകിപ്പോയിട്ടുമില്ല. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ് ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് കളയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് മുഖം മറച്ചു കളയുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. മിക്കവാറും എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തത് അതുകൊണ്ടാകണമെന്നില്ല. എന്നാൽ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ വിശുദ്ധിയില്ല, പാപത്തിൽ കഴിയുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തില് 4-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിന്നെ ഒരുക്കുകയാ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ഐ വിൽ നെവർ ലീവ് യു ആസ് എൻ ഓർഫൻ. ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ, ആൻഡ് ദാറ്റ് ഹെൽപ്പർ ഈസ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ഹി ഈസ് ദ കൗൺസിലർ. He will do everything for you. He will help you in every time, every need that you have. He will not leave you as orphan, because that is the biggest gift that we have received. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സമ്മാനം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ഈ ലോക ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വചനവും കൂദാശകളുമാണ്. അതുകൊണ്ട് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു ദിവസം തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും നിൽക്കേണ്ടവരാണ്. അവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരും. നമ്മുടെ ജീവിതം കൃപാവര സമൃദ്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മാത്രമേ സ്വർഗത്തിന് അവകാശിയാകാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഈ ലോക ജീവിതം ഒരു തീർത്ഥാടനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ സജ്ജമാക്കുന്ന, നമ്മളെ മുദ്രമാക്കിയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാ നമ്മളെ മാമോദീസായിലൂടെ മുദ്രമാക്കി കഴിഞ്ഞു, അതുപോലെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതുപോലെ സകല വിദ്വേഷവും, കോപവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ ധ്യാനത്തിന് വരാനായിട്ടുണ്ടായ ഒരു സാഹചര്യം, ആ സഹോദരൻ ആ നാട്ടില് ഏറ്റവും വലിയ ഒരു തെമ്മാടി പോലെ ജീവിക്കുന്ന ഒരാള്, എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വീട്ടിലും പ്രശ്നം, സമാധാനമില്ല, മദ്യപാനി, എല്ലാ ദുശീലങ്ങളുടെ അടിമ, പള്ളിയിൽ അച്ഛനുമായിട്ട് വഴക്ക്, പള്ളിയിൽ പോയി ബഹളം, പള്ളി പോകത്തില്ല, പോയാ ബഹളം, അവിടെയും വഴക്ക്, എല്ലായിടത്തും പ്രശ്നക്കാരൻ. അവസാനം ഒരു രക്ഷയില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല, വയലന്റ് ആണ് അദ്ദേഹം. ആരോ പറഞ്ഞു നമ്മുടെ ധ്യാനത്തെ കുറിച്ച്, നമ്മള് മൂവാറ്റുപുഴയില്
കോതമംഗലം രൂപതയുടെ പാസ്റ്റർ സെന്റർ നെസ്റ്റിൽ വെച്ച് 2 മാസം കൂടുമ്പോഴുള്ള ധ്യാനമുണ്ട്. കുടുംബ വൃക്ഷ ശക്തീകരണ ധ്യാനമാണ്. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഈ സഹോദരന്റെ മകളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്, നിങ്ങൾ ആ ധ്യാനത്തിന് പോകണം. അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ പേര് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അവരോട് വരാൻ പറഞ്ഞത്. ഈ സഹോദരി അങ്ങനെ മെസ്സേജ് കിട്ടിയതനുസരിച്ച് ധ്യാനത്തിന് വന്നു. വലിയ വിടുതലിന്റെ ശുശ്രൂഷയാണ്. 5 ദിവസവും ഡെലിവറൻസ് പ്രയറും ആരാധനയും വചന ശുശ്രൂഷയും ഒക്കെ ആയിട്ട് നന്നായി ഒരുക്കുന്ന ശുശ്രൂഷ. അതിലൂടെ അത് കഴിഞ്ഞ് കടന്നു പോകുമ്പോ കുടുംബ വൃക്ഷത്തിൽ നിലനിൽക്കുന്ന കെട്ടുകളെല്ലാം അഴിയും. തലമുറയായി കടന്നു വന്നിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും. തഴക്ക് ദോഷങ്ങൾ വിട്ടുമാറും. പാരമ്പര്യ രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. അതുപോലെ ദുശീലങ്ങൾ വിട്ടുമാറുന്നു. അങ്ങനെ അത് നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ തന്നെ എടുത്തു മാറ്റപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി നിലകൊള്ളുമ്പോ, അതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോ, കുടുംബത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദമ്പതിമാരുടെ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ സഹോദരി വന്ന് ധ്യാനം കൂടിയപ്പോ വലിയ അനുഗ്രഹമായി, വലിയ ആത്മാഭിഷേകം ലഭിച്ചു. അപ്പോൾ ഈ സഹോദരി പ്രാർത്ഥിച്ചു, എന്റെ അപ്പനൊരു മാനസാന്തരം ഉണ്ടാകണം, ഒരു വിടുതൽ കൊടുക്കണമേ കർത്താവേ. അങ്ങനെ അവൾ ഒരു ധ്യാനം കൂടെ വന്നുകൂടി അപ്പന് വേണ്ടി. അപ്പം പോകത്തില്ല ധ്യാനത്തിന്. അവൾ നിയോഗം വെച്ചിട്ട് അപ്പന് വേണ്ടി വന്ന് ധ്യാനം കൂടുകയാണ്. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തിൽ അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ആദ്യ ധ്യാനം അവൾക്ക് വേണ്ടി കൂടി. 2ാമത്തെ ധ്യാനം അവൾ കാഴ്ചവെക്കുന്നു അപ്പന് വേണ്ടി. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവൾ നിലവിളിച്ച് തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവള് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ ഈ അപ്പനിൽ വലിയൊരു മാറ്റമാണ് അവൾ കാണുന്നത്. അദ്ദേഹം പഴയതുപോലെ വലിയ ശോഭിതമായ ഒരു ക്ഷുഭിതനല്ല. അദ്ദേഹം വളരെ ശാന്തമായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോ ഈ മോള് അവിടെ നടക്കുന്ന ധ്യാനത്തിന്റെ അനുഭവങ്ങള് ഇങ്ങനെ പങ്കുവച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, അവിടെ എന്താ നടക്കുന്നത്, എനിക്കൊന്ന് പോണം. അല്ല, അന്നേരം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ മോളോട് ചോദിച്ചിട്ട് ഫോൺ നമ്പറൊക്കെ മേടിച്ച് അദ്ദേഹം തന്നെ ധ്യാനത്തിന് ബുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ ധ്യാനത്തിന് 2 മാസത്തിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ സമയത്ത് ഇദ്ദേഹം ഒന്ന് വീണു. അദ്ദേഹം അവശ നിലയിലായി. പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അയാൾ പോകണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് മോള് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വരാം, അപ്പന്റെ കൂട്ടത്തിൽ സഹായിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു. അന്നേരത്തിന് കുറച്ചൊക്കെ ബെറ്ററായി. എന്നാൽ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടിട്ടില്ല. റൂമിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം റൂമിൽ കിടന്നുകൊണ്ടാണെങ്കിൽ അദ്ദേഹം കൂടുന്നു. ആരാധനയ്ക്കൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നു. കിടക്കണം, അദ്ദേഹത്തിന് എപ്പോഴും സമയം ഇരിക്കാൻ പറ്റില്ല. കുറച്ച് സമയം ഇരിക്കും, കുറച്ച് റൂമിൽ പോകും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ ധ്യാനത്തിന്, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക്, രോഗികൾക്ക്. അപ്പൊ അങ്ങനെ വന്ന് ധ്യാനം കൂടി 3ാമത്തെ ദിവസം അദ്ദേഹം ഒരു ശുശ്രൂഷകനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനോട് വരാൻ പറയാമോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ അദ്ദേഹം കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി അച്ഛൻ അവിടുത്തെ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി കുമ്പസാരിപ്പിച്ചു. ആ കുമ്പസാരം കഴിഞ്ഞതേ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായി. അദ്ദേഹം പിന്നെ വൈകുന്നേരം നടന്ന അന്നത്തെ ആരാധനയ്ക്ക്, വിശുദ്ധ കുർബാനയും ആരാധനയും വൈകുന്നേരമാണ്. അദ്ദേഹം മോളെ വിളിച്ചു, നമുക്ക് മോളോട് പറഞ്ഞു പോകാന്ന് പറഞ്ഞു. ആദ്യം ഒന്നൊരു 2 സ്റ്റെപ്പൊക്കെ കയ്യെ പിടിച്ചോണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോ തന്നെയും ഈ സഹോദരന് ആരുടെയും സഹായമില്ലാതെ നടക്കാനും പറ്റി, ദേവാലയത്തിലേക്ക്, ചാപ്പലിലേക്ക് വരാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. അത് അദ്ദേഹത്തിന് ഒരു വലിയ അത്ഭുതമായി മാറി. അത് വന്നതുപോലെയല്ലല്ലോ, ഇത്രയും പെട്ടെന്നൊരു വലിയ മാറ്റം. കുമ്പസാരത്തിലൂടെ വലിയൊരു വിടുതൽ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പിന്നീട് ആരാധന, ദൈവാരാധന, വിടുതലിന്റെ ശുശ്രൂഷ, അങ്ങനെ ശുശ്രൂഷകൾ, കൈവപ്പ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെന്ന് ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? നേരെ ആദ്യം ചെന്ന് വികാരി അച്ഛന്റെ അടുത്ത് എന്നിട്ട് അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് പറ്റി? 4 ദിവസമായിട്ട് കാണുന്നില്ല എന്നൊക്കെ അവരൊക്കെ നാട്ടിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇദ്ദേഹത്തെ 4 ദിവസം ഇദ്ദേഹത്തിന് ശല്യമൊന്നും ഇല്ലല്ലോ എന്നോർത്ത് മനസ്സമാധാനത്തോടെ ഇരുന്നാണ്. എന്ത് പറ്റി ഇദ്ദേഹത്തിന് ഇത്രയും മാറ്റം? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വരാനുണ്ടായ കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോയി. അഗാപ്പെ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഡെലിവറൻസ് കിട്ടിയച്ചാ, ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി വന്നിരിക്കുന്ന എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. പിന്നീട്
അച്ഛനും ഭയങ്കര സന്തോഷമായി. അച്ഛൻ ആ ഇടവകയിലുള്ള ധാരാളം ആളുകൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധിയുള്ളവരൊക്കെ പറഞ്ഞുവിടാൻ തുടങ്ങി. അച്ഛനും വന്ന് ധ്യാനം കൂടി. പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം. അതുവരെയുള്ള ഒരു അപ്പനെയല്ല അവർ കണ്ടത്, അതുവരെയുള്ള ഒരു ഭർത്താവിനെയല്ല ആ ഭാര്യ കാണുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം ഉണ്ടാവുകയാണ്, വലിയൊരു മാറ്റം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്ന എന്താ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങൾ, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാര നിബിഡമായിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചലിച്ച ദൈവത്തിന്റെ ചൈതന്യമാണ് ഭൂമിക്ക് രൂപം കൊടുത്തതും ഭാവം കൊടുത്തതും ശൂന്യത മാറിയതും. പിന്നീട് ദൈവം തന്റെ വചനം അയച്ചുകൊണ്ട് ഭൂമിയെ നിറയ്ക്കുകയാണ്, സൃഷ്ടികർമ്മം നടത്തുകയാണ്. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുകയാണ്. അപ്പോ ആ അന്ധകാരമയമായിരുന്ന ഈ ഭൂമിയിലേക്ക് പ്രകാശമായിട്ട് മാറിയത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണ്. നമ്മുടെ ജീവിതം ഇതുപോലെ ഇരുളടഞ്ഞതാകാം, അന്ധകാരം നിറഞ്ഞതാകാം, പാപത്തിന്റെ കെട്ടുകൾ നിറഞ്ഞതാകാം. ഈ മേഖലകളിൽ ദൈവത്തിന്റെ ചൈതന്യമാണ് കടന്നു വരേണ്ടത്. ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ വരുമ്പോ, ക്രമം തെറ്റിയൊരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമമുള്ള ജീവിതമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റും. തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. പരിശുദ്ധാത്മാവ് എന്ന വാക്കിൽ നിന്ന് തന്നെ, ഹോളി സ്പിരിറ്റ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഹോളി സ്പിരിറ്റ് ഈസ് എ ഗോഡ് ഓഫ് ഹോളിനെസ്. വിശുദ്ധിയുടെ ദൈവമാണ്, വിശുദ്ധിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധിയാണ്. അന്ധകാരം, അഹങ്കാരം, അശുദ്ധി, കോപം, വെറുപ്പ്, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തത് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിന് വരാൻ പറ്റില്ല. കാരണം അവൻ പരിശുദ്ധിയുടെ നിറമാണ്. അവന് ആ ഹൃദയത്തിൽ പ്രവർത്തനത്തിനാകാൻ പറ്റില്ല. ഞാൻ ആദ്യ ദിവസം പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയാണ്, ഒരു തീയാണ്. നമ്മുടെ ഉള്ളിൽ തീയായി, അഗ്നിയായി ഉണ്ട്. എന്നാൽ നമ്മൾ പാപം ചെയ്യുമ്പോ, ദൈവസ്നേഹത്തിൽ നിന്ന് അകലുമ്പോ, ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നമ്മൾ അകന്നു കഴിയുമ്പോ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോ, നമ്മുടെ ഈ തീക്കട്ടയുടെ മേൽ ചാരം വന്നത് കിടക്കുന്നത് പോലെ, ഈ തീക്കട്ടയ്ക്ക് പ്രകാശിക്കാൻ കഴിയാതെ, തീക്കട്ടയുടെ പ്രവർത്തനങ്ങൾ നടക്കാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോവുകയാണ്. പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത ഒരു ജീവിതമായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, സാത്താന്റെ, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. പാപത്തെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി നമ്മളെ വിജയശ്രീലാളിതരാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും നമുക്ക് വേണ്ടി മരിച്ചതും ഉദ്ധാനം ചെയ്തതും. കാൽവരിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി യാഗമായി അവൻ മാറി. തന്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി അവൻ ഊറ്റിത്തന്നില്ലേ? അതെന്തിനു വേണ്ടിയാ? നമ്മളെല്ലാവരും പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. മരണത്തിൽ നിന്ന് നമ്മൾ നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. അവനത് ചെയ്തു കഴിഞ്ഞു 2000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ അത് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ദൈവം നൽകുന്ന അനുഗ്രഹം ഏറ്റുവാങ്ങാൻ, ദൈവ സൗജന്യ ദാനമായി നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. ആ ദൈവസ്നേഹമാണ് തന്റെ പുത്രനിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയത്. പുത്രൻ തന്റെ പിതാവിനോടുള്ള ആ ദൗത്യം നിർവഹിക്കുകയാണ്. അവസാനം അവൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ പീലാത്തോസിന്റെ അരമന മുതൽ ഗാഗുൽത്താ വരെയുള്ള അവന്റെ സഹനയാത്ര, കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത്, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ മധ്യത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി അവൻ മരിച്ചത്, പ്രിയമുള്ളവരെ, നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ അത് ചെയ്തു കഴിഞ്ഞു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ മോചിപ്പിച്ചു കഴിഞ്ഞു. നിത്യജീവൻ നമുക്ക് അവകാശമാക്കി അവൻ തന്നു കഴിഞ്ഞു. ഇത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഇറ്റ് ഈസ് കോൾഡ് എ ഡിവൈൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്ക്, ദൈവത്തിന് എല്ലാം, ഇല്ലായ്മയിൽ നിന്നെല്ലാം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ദൈവമാണ്. ആ ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും വിശുദ്ധി പ്രാപിക്കട്ടെ, മാനസാന്തരപ്പെടട്ടെ. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ
ദൈവം മനുഷ്യന് കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ഡിവൈൻ ഹ്യൂമൻ ആൻഡ് റിലേഷൻഷിപ്പ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവുമായിട്ട് രമ്യതപ്പെടാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാടി വിളിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. എന്നാൽ മറുതലിച്ചു പോകുന്നവന്റെ മറുതലിച്ചു പോകുമ്പോൾ ദൈവത്തിന് വേദനയുണ്ട്. പക്ഷെ ദൈവം അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈകടത്താറില്ല. അവനെ വിട്ടുകളയും, അവന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകളയും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:8 പറയുന്നു, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. പാപം വർദ്ധിക്കുന്നിടത്ത് അടിമത്തം വർദ്ധിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം വരുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിലാണോ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മളൊരു എന്താ പറയാ, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ ജീവിതം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ, ജഡത്തിനും ആത്മാവിനും ഇടയിലുള്ള പോരാട്ടത്തെക്കുറിച്ചും പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങളാണ്. ഇവിടെ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിന്റെ പ്രേരണ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. ആത്മാവിനോട് ആലോചന ചോദിക്കണം. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ദൈവഹിതം, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ഹിതം അറിയണം. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ മാറണം. അപ്പോ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ പൗലോസ് പറയുകയാണ്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വീണ്ടും 5-ാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളില് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. അപ്പോ ജഡത്തിന്റെ വ്യാപാരങ്ങൾ, ജഡവ്യാപാരങ്ങളിൽ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത് എന്ന് പറയുമ്പോ ലൈംഗിക അധാർമികതയാണ് വ്യഭിചാരം. അശുദ്ധി, നമുക്കറിയാം എന്താ അശുദ്ധി എന്നുള്ളത്. ദുർവൃത്തി അല്ലെങ്കിൽ ദുർനടപ്പ്, വിഗ്രഹാരാധന. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത് മാത്രമാണെന്ന്. ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം കൊടുക്കാതെ മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നതാണ് വിഗ്രഹാരാധന. ജീസസ് never wants a second place in your life. God wants the first place in your life. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഏത് കാര്യമാണെങ്കിലും ദൈവമാണ് ഒന്നാമത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് വിഗ്രഹാരാധനയൊന്നുമോ, ഞാൻ അതിന് വിഗ്രഹാരാധന ഒന്നും ചെയ്യുന്നില്ലല്ലോ, വേറെ അമ്പലത്തിലോ മോസ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള അന്യമതങ്ങളുടെ പുറകെയൊന്നും ഞാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളെ ന്യായീകരിച്ചേക്കാം. അത് മാത്രമൊന്നുമല്ല വിഗ്രഹാരാധന. അതുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനത്തിന്റെ സ്ഥാനത്ത് എന്ത് നമ്മൾ പ്രതീക്ഷിച്ചാലും അത് വിഗ്രഹമാണ്, വിഗ്രഹാരാധനയാണ്. ചിലപ്പോ ചിലർക്ക് ഭർത്താവ് വിഗ്രഹമാണ്, ചിലർക്ക് ഭാര്യ വിഗ്രഹമാണ്, ചിലർക്ക് അപ്പനും അമ്മയും, ചില മാതാപിതാക്കൾക്ക് മക്കൾ, ചിലർക്ക് സഹോദരങ്ങൾ, ചിലർക്ക് സുഹൃത്തുക്കൾ, ചിലർക്ക് സൗന്ദര്യം, ചിലർക്ക് സമ്പത്ത്, പണം, ജോലി, അധികാരം വിഗ്രഹമായി. ചിലപ്പോ ഒരു ചില സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുകളയാൻ മടിയാ. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടില് ഈ പഞ്ചായത്ത് രാജൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും, സംവരണമൊക്കെ വന്നപ്പോഴത്തേനും ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരെയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളാക്കുന്നത്. സ്ത്രീ സംവരണവും അങ്ങനെ അല്ല ഓരോ പട്ടിക സംവരണവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ആ പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരൊന്ന് മാറ്റാനായിട്ട് ഭയങ്കര പാടാ. പിന്നെ
അത് അവരുടെ സ്ഥിരമായിട്ടുള്ള പൊസിഷനായിട്ട് മാറ്റുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ അധികാരം തലേ കയറി ഒരു എന്താ പറയുന്ന അധികാരം ഒരു വിഗ്രഹമായിട്ട് മാറുന്ന ഒരവസ്ഥ. പലപ്പോഴും പണം അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ, ധനമോഹം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 തിമോത്തി 6:10 പറയുന്നുണ്ട്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പോ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ ഒരു തിരിച്ചറിവുകൊണ്ടാണ് നമ്മൾ പണമാണോ നമുക്ക് പ്രധാനപ്പെട്ടത്. ചില സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഈ ജീവിതം ഇത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകും. ഇവിടെ നമ്മൾ വെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ടാ? നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം, മാന്യമായിട്ട് ജീവിക്കണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത്യാഗ്രഹം പാടില്ല. എന്ന് വെച്ചാൽ വിവേകത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചെയ്യണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പണത്തിനു വേണ്ടി മറ്റ് ബന്ധങ്ങളൊന്നും മുറിയപ്പെടാൻ പാടില്ല. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇതൊന്നും പണത്തിന്റെ പേരിൽ മുറിയപ്പെടാൻ പാടില്ല. ധനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബത്തിൽ ചിലവഴിക്കേണ്ട സമയം, ക്വാളിറ്റി ടൈം, ഒരുമിച്ച് ഫാമിലി ഒരുമിച്ച് ചിലവഴിക്കും, മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര പോകുന്നതും, റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും, അല്ലെങ്കിൽ ടൈം ഔട്ട് ചെയ്യുന്നതും, എൻജോയ് ചെയ്യുന്നതും, ഇതിനൊക്കെ നമുക്ക് സമയം വേണം. അതൊക്കെ മതി, ഇത്രക്ക് മതി, എന്റെ ബാങ്ക് ബാലൻസ് കൂട്ടണം, അവിടെയുള്ള പൈസ വിടാൻ പറ്റില്ല, അത് കൂട്ടി വരണം എന്ന ചിന്തയിലൊക്കെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ്. നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോവുകയാണ്. അതുപോലെ മന്ത്രവാദം അല്ലെങ്കിൽ ആഭിചാര പ്രവൃത്തികള്, വിദ്വേഷം, ശത്രുതാ മനോഭാവം, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത. പലപ്പോഴും സ്വാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ മാറാറില്ലേ? എന്റെ കാര്യം മാത്രം. അസൂയ, അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു തിന്മയായിട്ട് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഈ അസൂയ മൂലമാണ് പലപ്പോഴും പല തിന്മകളും കടന്നു വരുന്നത്. കോപിക്കുന്നു, ആ ഒരു കാര്യമില്ലാതെ കോപിച്ചു കളയുക, എന്നിട്ട് അതിന്റെ പരിണതഫലം അനുഭവിക്കുക. ഈ കോപത്തിലൂടെ നമ്മളെയും ഈ കോപം വളരെയധികം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. വേറൊരാളുമായിട്ട് കോപിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രമാത്രം, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ നയിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള തിന്മകളിലൂടെയാണ്. വിദ്വേഷം വെച്ച് പുലർത്തുക, ഹെയ്റ്റ്രഡ്, വെറുപ്പിൽ കഴിയുക, അതൊരു വലിയ തിന്മയാണ്. ഇതിനെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് കാണാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. പ്രിയമുള്ളവരെ, ഈ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ നമ്മൾ വെറുപ്പിൽ കഴിഞ്ഞാൽ ദൈവാനുഗ്രഹമില്ല, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ പറ്റില്ല. ഈ തിന്മകളൊക്കെ ജഡവ്യാപാരങ്ങളാണ്. മദ്യപിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അതൊരു തിന്മയാണ്. അതിനടിമപ്പെട്ടു പോവുകയാണ് പലതരത്തിൽ. അതുപോലെ ഡ്രഗ്സിന് അടിമകളായിട്ട് പോകുന്നു, പോർണോഗ്രഫിക്ക് അടിമകളായിട്ട് പോകുന്നു. ഇന്ന് തലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തിന്മകളാണ് ഇതൊക്കെ. വിഭാഗീയത, ഡിവിഷൻസ്, കുടുംബത്തിൽ വിഭാഗീയത, സമൂഹത്തിൽ വിഭാഗീയത, ചുറ്റുപാടുമൊക്കെ വിഭാഗീയത. ഇത്തരം പ്രവർത്തികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി തിരിച്ചറിയണം, ആത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ പറ്റില്ല. അഭിഷേകത്തിൽ നമ്മൾ മുന്നേറില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഈ ജഡവ്യാപാരങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത് കുറച്ച് കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളും എല്ലാം ജഡവ്യാപാരങ്ങളാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. വളരെ കൃത്യമായിട്ടാണ് വചനം പറയുന്നത്.
ദൈവരാജ്യാനുഭവം ഒന്നും വേണ്ടേ ഈ ഭൂമിയിൽ? സ്വർഗം പ്രാപിക്കണ്ടേ? നിത്യജീവൻ വേണ്ടേ? ഇഷ്ടം പോലെ ജീവിച്ചു. വെറുതെ സമയം കളഞ്ഞ് നമ്മൾ ധ്യാനം കൂടാൻ നമുക്ക് വന്നിരിക്കേണ്ട കാര്യം. തീരുമാനം ഉണ്ടാകണം, ഒരു മാനസാന്തരം ഉണ്ടാകണം. എന്നിട്ട് വേണം നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇനി വചനം കേട്ട് നിങ്ങൾ നാളെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഒരുങ്ങി നാളത്തെ നൈറ്റ് വിജിയിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, അഭിഷേകം കൊണ്ട് നിങ്ങൾ നിറയും, ഉറപ്പാ. എനിക്ക് നിങ്ങൾക്ക് നൽകാൻ നിൽക്കുന്ന ഒരു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയ, ആഗ്രഹിച്ചു വാ, ഒരുങ്ങി വാ. പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വെറുപ്പ്, വിദ്വേഷ, വൈരാഗ്യ ചിന്തകൾ വിട്ടുവാ. ദൈവാത്മാവിന്റെ പ്രവർത്തനം കാണാൻ പറ്റും. ഈ പാപങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ തഴച്ചു വളരേണ്ടതാണ്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുകയാണ്. അത് വളരാൻ പറ്റുന്നില്ല, മുരടിച്ചു പോവുകയാണ്. ഇതെല്ലാം ഉണ്ട്. അനുദിനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, കുദാശ ജീവിതത്തിലൂടെ, വചന ധ്യാനങ്ങളിലൂടെ, ഇതുപോലെയുള്ള ശുശ്രൂഷകളിലൂടെ ഒക്കെ വളരേണ്ടതാണിത്. എന്നാൽ ഈ പാപം ഇതിനെയെല്ലാം ഞെരുക്കിക്കളയുകയാണ്. ഇത് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോവുകയാണ്. അതുപോലെ നമുക്കറിയാം, മൂലപാപങ്ങൾ എല്ലാം ഒന്നും വിശദമായിട്ട് ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും വന്ന് മൂവാറ്റുപുഴയിൽ നടക്കുന്ന കുടുംബവൃക്ഷ ശക്തീകരണ ധ്യാനം കൂടുക. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ധ്യാനിച്ച് വലിയ വിടുതൽ പ്രാപിക്കും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ കഴിഞ്ഞ തലമുറകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ ഇന്ന് തലമുറ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോ പലതരത്തിലുള്ള തിന്മകൾ ഇന്ന് തലമുറകളിൽ വേട്ടയാടുന്നുണ്ട്. ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തങ്ങള്, ഇതൊക്കെ അതിന്റെ പരിണിത ഫലമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വെളിച്ചത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് വലിയൊരു ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ വിടുതലുണ്ടാകും. കുടുംബജീവിതം അനുഗ്രഹമാകും, ദാമ്പത്യ ജീവിതം അനുഗ്രഹമാകും, മക്കളുടെ ജീവിതം, തലമുറകളുടെ ജീവിതം അനുഗ്രഹമാകും. പ്രിയമുള്ളവരെ, ഓർക്കുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ധ്യാനം കൂടാൻ അപ്പനും അമ്മയും നിർബന്ധിച്ചിട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നു. അവള് പറഞ്ഞു, ആദ്യ ദിവസം അവള് ലേസി ആയിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നീ എന്താ ഇങ്ങനെ ധ്യാനത്തിന് വന്നപ്പോ ഇങ്ങനെ പോണേ? അവള് പറഞ്ഞു, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ബിക്കോസ് എന്റെ പേരൻസ് ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വന്നതാ. എന്താ പറയാ കൊച്ചിനോട്? ഞാൻ പറഞ്ഞു, ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് ഫൈൻ, ഐ ഹിയർ യു. എനിക്കത് മനസ്സിലാവുന്നുണ്ട്, നിന്റെ വികാരം വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിവേ നീ വന്നല്ലോ, പിന്നെ എന്റെ അപ്പനും അമ്മയോട് ഉള്ളതുകൊണ്ട് എനിക്ക് കൂടെ ഇരിക്കാൻ പറ്റാതെ ഏറ്റുപോകാൻ പറ്റില്ല. സോ ഐ എം സിറ്റിംഗ് ദേ. ഞാൻ പറഞ്ഞിരുന്നാ മതി, ചുമ്മാ ഇരുന്ന് കൊടുക്ക്. പ്രിയമുള്ളവരെ, ആ മോളെ ദൈവം തൊട്ടു. അവള് സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. അവള് പറഞ്ഞു, ഇതായിരുന്നു എന്റെ അവസ്ഥ. ബ്രദറിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ രൂക്ഷമായിട്ടാണ് ബ്രദറിനോട് പറഞ്ഞത്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ പ്രഘോഷിച്ച വചനം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഞാൻ കുമ്പസാരിച്ചു. വർഷങ്ങൾ കൂടി ഞാൻ കുമ്പസാരിച്ചു. എനിക്കൊരു വിടുതൽ കിട്ടി, ആത്മാവിന്റെ അഭിഷേകം കിട്ടി. ആത്മനിറവിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ആ മോള് പിന്നീട് അറിയിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അവൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. ഇപ്പോ ഇതല്ലേ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്? ഈ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാന നമ്മൾ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോ, കൂദാശ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോ യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല. ആ അത്ഭുതം സ്വീകരിക്കാൻ, അതിൽ പങ്കാളിയാകാൻ തീഷ്ണമായി ദാഹത്തോടെ പോകുന്ന മോള്. അതാണ് മാനസാന്തരം. വലിയൊരു അനുഭവം, വലിയൊരു അത്ഭുതം നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വലിയൊരു വിടുതലിലൂടെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ക്യാപിറ്റൽ സിൻസ് അല്ലെങ്കിൽ മൂലപാപങ്ങള്, കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ആ പാപങ്ങളിലൂടെ മറ്റ് നിരവധി പാപങ്ങളുടെ വേരുകളായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ മറ്റു പല പാപങ്ങളും ഈ മൂലപാപങ്ങൾ മുഖാന്തരമാണ് സംഭവിക്കുന്നത്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ CCCയില് 1866 ഖണ്ഡികയിൽ പറയുകയാണ്, ദുർഗുണങ്ങളെ അവ എതിർക്കുന്ന സദ്ഗുണങ്ങൾക്കനുസരിച്ച് തരംതിരിക്കാം. അവ മറ്റു പാപങ്ങളും ദുർഗുണങ്ങളും ഉളവാക്കുന്നതിനാൽ അവയെ മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനെ എന്താ പറയുന്ന മരണപാപങ്ങൾ എന്ന് കൂടി വിളിക്കാറുണ്ട്. 7 പാപങ്ങളാണ് ആ മേഖലയിലുള്ളത്. 1 അഹങ്കാരം, പ്രൈഡ്. 2 അത്യാഗ്രഹം. 3 മോഹം. 4 അസൂയ. 5
ഭക്ഷണാസക്തി, 6 കോപം, 7 അലസത. അഹങ്കാരം അല്ലെങ്കിൽ പ്രൈഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഹങ്കാരം എന്താണ്. ദൈവത്തെ മാറ്റി സ്ഥാപിക്കാനും സ്വയം ഉയർത്താനുമുള്ള ആഗ്രഹം, സ്വയം ഉയർത്തുകയാണ്, അതാണ് അഹങ്കാരം. അത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഗ്രീഡ്, ഇംഗ്ലീഷിൽ പറയുന്ന ഗ്രീഡ് എന്നാണ്. സ്വത്തുക്കൾക്കും പണത്തിനുമുള്ള അനിയന്ത്രിതമായ ആഗ്രഹം. ബന്ധങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് എന്റെ പണം, എന്റെ സമ്പത്ത്, ഇതാണ്. ഇത് അത്യാഗ്രഹമാണ്. ഇത് ബന്ധങ്ങൾ മുറിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കേണ്ട ഈ ജീവിതം നമ്മൾ നശിപ്പിച്ചു കളയുക. ലസ്റ്റ്, അതുപോലെ അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മറ്റുള്ളവരുടെ ഉയർച്ച അംഗീകരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്കൊരു നന്മ വരുമ്പോ അതിൽ ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും പറ്റുന്നില്ല. മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാവുകയാണ്. എനിക്ക് പറ്റാത്തത് എന്റെ കൂടെയുള്ള എന്റെ സഹോദരൻ, എന്റെ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് പറ്റുന്നു, അവർക്ക് നേട്ടം ഉണ്ടാകുന്നു, അതെനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭാരമായി മാറുമ്പോ അത് നമ്മളെ തന്നെ നശിപ്പിക്കും, നമ്മുടെ ജീവിതത്തെയാണ് തകർക്കുന്നത്. രമ്യതപ്പെടാതിരുന്നാൽ, ആ മേഖലയിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകാതിരുന്നാൽ നമ്മുടെ ജീവിതം അത് തകർത്ത് കളയുമെന്ന് പറയുമ്പോഴവരെ ഓർക്കണം. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന ദുഃഖം, കോപം, ഇതെല്ലാം അസൂയാണ്. അതുപോലെ ആത്മനിയന്ത്രണമില്ലാതെ ഭക്ഷിക്കുക, അല്ലെങ്കിൽ അമിതമോഹം നടത്തുക, ആത്മനിയന്ത്രണമില്ലാത്ത ജീവിത രീതികൾ ഉണ്ടാകുക എല്ലാ മേഖലകളിലും. ഇതൊക്കെ ഇത് ഗ്ലട്ടണി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കോപം അല്ലെങ്കിൽ റാത്ത്, വെറുപ്പ്, പ്രതികാരം, കയ്പ് ഏറിയ പ്രവൃത്തികൾ, ഇതൊക്കെ മൂലപാപങ്ങളാണ്. അലസത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്ലോത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആത്മീയ അലസതയും നിസ്സംഗതയും. നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല, മറ്റെല്ലാ കാര്യത്തിനും മുന്നിലാ. എല്ലാ കാര്യത്തിനും, ഒരു ഔട്ടിങ്ങിന് പോണോ റെഡി, സിനിമയ്ക്ക് പോണോ റെഡി, ഭക്ഷണം കഴിക്കാൻ പോണോ റെഡി, വേറെ എന്തെങ്കിലും ഉല്ലാസത്തിന് പോകാൻ വേണ്ടി പറഞ്ഞാലും ഫസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ നമുക്കൊന്ന് കുർബാനയ്ക്ക് പോകാം, ധ്യാനത്തിന് പോകാം, നോ ഇൻട്രസ്റ്റ്. കുർബാനയ്ക്ക് പോകുമ്പോ സമയത്ത് പോകണമെന്നില്ല, പിന്നെ എല്ലാരെയും കാണിക്കാൻ വേണ്ടി പോകണം. പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. നമ്മുടെ മക്കൾ എന്താ കണ്ടു വളരുന്നത്? പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർ നാളെ പ്രാർത്ഥിക്കും? നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി മാറുന്നത്. നമ്മുടെ വീട്ടില് നമ്മൾ ഈ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാ? നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിക്കുന്നു, അവർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് അവരൊക്കെ മരിച്ചാൽ, അവർ അഥവാ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകേണ്ടി വന്നാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരെയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പറ്റും. കാരണം അതാണ് സഭയുടെ പ്രബോധനം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് കയറാൻ പറ്റില്ല. നമ്മൾ നാളെ മരിക്കുമ്പോ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? നമ്മൾ അഥവാ സ്വർഗത്തിൽ പോയില്ല, സ്വർഗത്തിൽ പോകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എല്ലാവരും എത്തണം, നമുക്ക് എല്ലാവർക്കും പോകണം. പക്ഷെ അവിടെ എത്തിയില്ലെങ്കിൽ, നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും പറയുമ്പോൾ? നമ്മുടെ മക്കളുണ്ടോ പ്രാർത്ഥിക്കാൻ? അവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ, അവർ പ്രാർത്ഥനാ ശൈലിയിൽ വളരുന്നില്ലെങ്കിൽ, കൂതാശകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് വിശുദ്ധ കുർബാനയ്ക്ക് അവരെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അതിനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ നിഷേധിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദി. ചില ത്യാഗങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തില്, അത് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണരും. അല്ലെങ്കിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളെ ഉണർത്തും. ചെറുപ്പത്തിൽ നമുക്ക് കുഞ്ഞുനാളിൽ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുക. നാളെ അവരെത്ര വഴിമാറിപ്പോയാലും അവരുടെ ഒരു ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ ആലയിച്ച് തിരിച്ച് ദൈവസേനയിൽ കൊണ്ടുവരും. നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളെ കണക്ക് കൊടുക്കേണ്ടി വരും തമ്പുരാന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റെല്ലാ കാര്യങ്ങളിലും വലിയ താല്പര്യം കാണിക്കുന്നത് നമ്മൾ എന്തേ ആത്മീയ കാര്യങ്ങളിൽ മാത്രം താല്പര്യം കാണിക്കുന്നില്ല. ഈ മൂലപാപങ്ങള്, ഈ ക്യാപിറ്റൽ സിൻസ് പതുക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അത് നമ്മുടെ സമാധാനം, പ്രാർത്ഥനാ ജീവിതത്തെ ഒക്കെ തടസ്സപ്പെടുത്തും, വിശുദ്ധിയെ തടസ്സപ്പെടുത്തും, പരിശുദ്ധാത്മാവിനുള്ള ജീവിതം ഇല്ലാതാക്കി കളയും. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? കുടുംബ പ്രാർത്ഥനയില്ലേ? അതിന് താല്പര്യമില്ലേ?
തിരിച്ചറിയ ആത്മാവിന്റെ പ്രവർത്തനമില്ല, പരിശുദ്ധാത്മാവില്ല. വിശുദ്ധ കുർബാന തീഷ്ണതയോടെ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ടോ? ബൈബിൾ വായനയുണ്ടോ? ധ്യാനമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇതൊന്നും ഇല്ലെങ്കിൽ തിരിച്ചറിയുക ആത്മാവിന്റെ പ്രവർത്തനമില്ല. എന്നാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയൊരു അവസരമാണ്. നാളെ പെന്തക്കോസ്ത നൈറ്റ് വിജിൽ, നാളെ കഴിഞ്ഞ് അതിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ നമ്മൾ വിജിൽ എന്ന് പറയുമ്പോൾ ആ പിറ്റേ ദിവസം തുടങ്ങിക്കഴിഞ്ഞു. നാളെ വിജിലിൽ നമ്മൾ വിജിൽ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സെഹിയോൻ മാളിക മുകളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യഗണത്തിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ മേൽ ഇറങ്ങാൻ നമ്മളൊരു തീരുമാനം ഇപ്പോൾ എടുത്താൽ മതി. ആഗ്രഹത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഉറച്ച തീരുമാനമെടുക്കുക, നല്ലൊരു കുമ്പസാരം നടത്തി ഒരുങ്ങി വരിക. നാളെ പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് തടയപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാത്തതിന്റെ അടയാളങ്ങള് ഒരു വ്യക്തി അനുദപിക്കാതെ തുടർച്ചയായി പാപത്തിൽ ജീവിക്കുമ്പോ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സമാധാനമില്ല, അസ്വസ്ഥത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വസ്ഥത, പ്രാർത്ഥനയ്ക്കുള്ള ആഗ്രഹമില്ല, ദൈവവചനത്തോട് താല്പര്യമില്ല, ഒരു വരൾച്ച, ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് കോപിക്കുന്ന പ്രവണത, നിസ്സാര കാര്യമാ, നല്ല രീതിയിലൊക്കെ പറഞ്ഞ് തീർക്കാവുന്ന കാര്യം പെട്ടെന്ന് കോപിക്കുകയാണ്, ക്ഷമയില്ല, ആസക്തിയും അശുദ്ധിയും ഒക്കെ നിലനിൽക്കുന്ന ജീവിതം, ഭയവും നിരാശയും. ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. വലിയ ഡിപ്രഷനിലൂടെ ആളുകൾ കടന്നുപോയി. ഞാൻ മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്റെ പ്രൊഫഷണലി. ഐ സി എവറി ഡേ മെനി പീപ്പിൾ കമ്മിങ് വിത്ത് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി. പല തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യര്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്ന വലിയ അത്ഭുതമാണ്. പ്രൊഫഷണലായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് ഈശോയെ കൊടുക്കുന്ന ഒരു അവസരമായിട്ടാണ് എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ദൈവം ഒരുക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അനേക ആത്മാക്കളെ നേടാൻ ദൈവം അനുവദിക്കുന്നു. അതുപോലെ ആത്മീയ തലത്തിലുള്ള ആശയക്കുഴപ്പങ്ങള്, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ അഭാവം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. ഊദാശകളിൽ നിന്ന് അകന്നു പോകുന്നു. കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. കുമ്പസാരിച്ചിട്ട് വർഷങ്ങള്, എന്നിട്ട് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കാരണം എല്ലാവരും കാണുമ്പോ ഞാൻ കുർബാന സ്വീകരിക്കായിരുന്ന നാട്ടുകാരെന്നെ വിചാരിക്കും. വിശുദ്ധിയില്ലാതെ അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭവങ്ങള്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളും മരിച്ചുപോയതിനും കാരണമെന്നൊക്കെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളില്ല. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക. അതാണ് വചനം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം, ക്ഷമ, എളിമ, വിനയം, ആത്മസംയമനം, വിശ്വസ്തത, നന്മ എന്നിവയാൽ നമ്മുടെ ജീവിതം നിറഞ്ഞിരിക്കും. ഇതില്ലെങ്കിൽ തിരിച്ചറിയുക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത ജീവിതമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്കായി ഒരുക്കി തരുന്ന മനോഹരമായൊരു ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിലൂടെ നമുക്കത് തിരികെ പിടിക്കണം. വേണ്ടേ? വേണ്ടയോ? നിങ്ങളോ എല്ലാവരും ഉണർന്നിരിക്കുവാണോ ഉറങ്ങിയിരിക്കുവാണോ? എന്നാലും ഉത്തരൊക്കെ പറഞ്ഞേ. നമുക്ക് വേണ്ടേ പരിശുദ്ധാത്മാവിന്റെ നിറവ്? വേണ്ടേ? നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം അതിനു വേണ്ടി. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ ധ്യാനം കൂടാൻ വന്നു. ധ്യാനത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം അനുസരിച്ച് അദ്ദേഹം ഒരു മദ്യപാനിയൊന്നുമല്ല, ഒക്കേഷണൽ സോഷ്യൽ ഡ്രിങ്കർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഹോബിയുണ്ട്. അദ്ദേഹം ഒരു നല്ല നിലയിൽ, ഉയർന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മദ്യക്കുപ്പികള് വാങ്ങിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഷോക്കേസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഷോക്കേസിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ചേക്കുന്നതാണ്. വല്ലപ്പോഴും ഒക്കെ കുടിക്കാറുള്ളൂ. ഒരു മദ്യപാനം എന്നുള്ളൊരു ശീലമൊന്നുമില്ല. പക്ഷേ ആ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇതൊരു തടസ്സമാണെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു. അദ്ദേഹം ധ്യാന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇപ്പൊ തന്നെ ആ സാധനങ്ങളെല്ലാം ഷെൽഫിൽ നിന്ന് എടുത്ത് നീ പൊട്ടിച്ചു വേണം.
ധ്യാന സെന്ററിൽ നിന്ന് പോയില്ല അദ്ദേഹം. ധ്യാന സെന്ററിൽ നിന്ന് ഫോൺ വിളിച്ചു പറയുകയാണ്, ഇതെല്ലാം നശിപ്പിച്ചു കളയണം, എനിക്ക് അതിനേക്കാൾ വലുത് കിട്ടി, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്, ആത്മാവിന്റെ അഭിഷേകമാണ്, എന്റെ ദൈവമാണ് എനിക്ക് വലുത്, ഞാൻ ഒന്നാം സ്ഥാനം എന്റെ ഈശോയ്ക്ക് കൊടുത്തു, ഇതൊന്നും എനിക്ക് ഇനി ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ തിരിച്ചു പോയി കഴിഞ്ഞ് അവന്റെ ഭാര്യയും മക്കളെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു, വീണ്ടും ധ്യാനം കൂടി, കുടുംബാംഗങ്ങൾ വന്നു, കുടുംബവൃക്ഷം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന വലിയൊരു അനുഭവം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ്, ജോലി മേഖലയിൽ അദ്ദേഹത്തിന് നല്ല ഉയർച്ച. ധ്യാനം കൂടി 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് കുവൈറ്റിന് പോകാൻ പറ്റി. അവിടെ ചെന്ന ഒരു കമ്പനിയുടെ ജനറൽ മാനേജർ. ഇങ്ങനെ ഉയർന്ന നിലയിലേക്ക് ദൈവം ഉയർത്തുകയാണ്. അദ്ദേഹം കുറെ നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദ റെസ്റ്റ് ഷാൽ ബി ഗിവൺ അൺടു യു. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മള് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആത്മാവ് ഉണ്ടാകണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. ആത്മാവിൽ നിറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം തന്നോളും. അതെല്ലാം അതിന്റെ പടിക്ക് നടക്കും. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു വന്നു. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ശിക്ഷാവിധിയില്ല, അത് മോചനമാണ്. പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല യേശു വന്നത്, പാപികളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10 നമ്മൾ കാണുകയാണ്, He has come to give us life and life in abundance. അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനം, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ദൗത്യം. ഈ ദൗത്യമാണ് ദൈവം നമ്മളെയും വരമേൽപ്പിച്ച് ഭൂമിയുടെ ഉപ്പായി മാറാൻ, സുവിശേഷമായി മാറാൻ, ഇവാഞ്ചലൈസേഷനായി നമ്മുടെ ജീവിതങ്ങൾ മാറാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആസക്തി, അശുദ്ധി, വിദ്വേഷം, നിഗൂഢമായിട്ടുള്ള ആചാരങ്ങള്, ഭയം, നിരാശ എന്നിവയുടെ ചങ്ങലകൾ യേശു പൊട്ടിച്ചു കളയുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, 549-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ചില വ്യക്തികളെ വിശപ്പ്, അനീതി, രോഗം, മരണം എന്നിവയുടെ ഭൗമിക തിന്മകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് യേശു മിശിഹ അടയാളങ്ങൾ ചെയ്തു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കടന്നുപോയി 2000 വർഷങ്ങൾക്ക് മുമ്പ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണം സാത്താനും പാപവും മരണവും സംബന്ധിച്ച വിജയമാണ്. സാത്താന്റെ മേൽ വിജയം, പാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്ഭുതകരമായ ഒരു അഭിഷേകത്തിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. അതുകൊണ്ട് ധാരാളം മാറ്റങ്ങൾ നമുക്കറിയാം. സെന്റ് അഗസ്റ്റിന്റെ ഒക്കെ ജീവിതം പാപത്തിൽ കഴിഞ്ഞു. മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു സ്വന്തം മോന് വേണ്ടി. നീണ്ട 15 വർഷക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ആ മകനിൽ വലിയ മാറ്റമുണ്ടായത്. അവൻ മാനസാന്തരത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിലൂടെ സഭയിൽ ഏറ്റവും വലിയൊരു വിശുദ്ധനുണ്ടായി. അത് മാത്രമല്ല, സഭയിലെ ഡോക്ടറേറ്റ്സില് വലിയൊരു ഡോക്ടറായി, തിയോളജിയൻസിൽ ഒരാളായിട്ട് ഡോക്ടറിനുള്ള വ്യക്തിയായിട്ട് സെന്റ് അഗസ്റ്റിൻ മാറുകയാണ്. അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, കർത്താവേ, നിന്നിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ്. അങ്ങിൽ വിശ്രമിക്കുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന് പറയാൻ കാരണം അതാണ്. അത് അനുഭവിച്ചു. ആത്മാവിന്റെ നിറവ് അഗസ്റ്റിന് കിട്ടുകയാണ്. അതുപോലെ നമുക്കറിയാം, മഗ്ദലന മറിയം യേശുവിനെ കണ്ടുമുട്ടി. തകർന്ന ജീവിതത്തിൽ നിന്ന് സ്നേഹം നിറഞ്ഞ ഒരു വിശ്വസ്ത ശിഷ്യയായിട്ട് മഗ്ദലന മറിയം രൂപാന്തരപ്പെടുകയാണ്. അവളിൽ നിന്ന് 7 ഭൂതങ്ങളെ പുറത്താക്കിയെന്ന ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലും പലതരത്തിലുള്ള ദുർഭൂതങ്ങളുണ്ട്. ചിലപ്പോ മദ്യപാനത്തിന് ദുർഭൂതമാകാം, വ്യഭിചാരത്തിന് ദുർഭൂതമാകാം, വിഗ്രഹാരാധനയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിഗ്രഹാരാധനയുടെ ദുർഭൂതമാകാം, അല്ലെങ്കിൽ കോപത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, മദ്യപാനാസക്തിയുടെ, അസൂയയുടെ, ഇങ്ങനെയുള്ള ഏത് ദുർഭൂതമാണോ നമ്മളിൽ നിലകൊള്ളുന്നത്, ആ ദുർഭൂതത്തെ പുറത്താക്കാൻ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നള്ളി വരും. ഈശോയെ സ്വീകരിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ തിരിച്ച് ധൂർത്തപുത്രൻ കടന്നു വന്നതുപോലെ തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരണം നമ്മള്. കർത്താവേ, സ്വർഗത്തിനും അങ്ങേക്കും എതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ധൂർത്തപുത്രനെ പോലെ നമ്മൾ കടന്നു ചെല്ലുമ്പോ
ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും, മാറോട് ചേർത്ത് വയ്ക്കും, അവന്റെ സ്വന്തമാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവകരങ്ങൾ കൊടുക്കാം. നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. പാപമംഗലമായ ജീവിതത്തെ വെറുത്ത് നമുക്ക് ഉപേക്ഷിക്കാം. ഇനിയുള്ള ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി ഐ വിൽ ഓൾവേസ് ഗീവ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മൈ ഗാഡ്. ദൈവത്തിനും ദൈവവചനത്തിനും ദൈവാരാധനയ്ക്കും ഒക്കെ എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കും എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധനയിലേക്ക് പ്രവേശിക്കാം. മുക്തി പകർന്നരുളും നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്കെന്നും അർഹമായ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷങ്ങളാണ്. പാപത്തെ പരാജയപ്പെടുത്തിയവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനായി കടന്നു വന്ന മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കുവാൻ, ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തന്നെ ബലിയായി നൽകിയ കർത്താവ് ഇതാ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പാപമാണ് നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്നത് എന്ന് നമ്മൾ തിരുവചന വെളിച്ചത്തിൽ കണ്ടു. പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകില്ല. അതുകൊണ്ട് അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഈ നിമിഷങ്ങളിൽ തീരുമാനമെടുക്കാൻ പ്രിയമുള്ളവരെ.
ഒരു ഉറച്ച തീരുമാനം. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ യേശു ക്രിസ്തുവിനോടൊപ്പമാണ്. യേശുവില്ലാതൊരു ജീവിതമില്ല. ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം എന്റെ കർത്താവിന് നൽകും. വന്നുപോയ തെറ്റുകളെയെല്ലാം ഓർത്ത് അനുതപിക്കുക, മാനസാന്തരപ്പെടുക. സമയം സമാഗതമായി. മാനസാന്തരപ്പെടുവിൻ, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈശോ അരുളി ചെയ്ത വചനങ്ങൾ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വചനം. ഈ വചനം നെഞ്ചിലേറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. ഈശോയുടെ കരുണ നമുക്കറിയാം, നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴാ മരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ തിരികെ ചോദിച്ചാൽ, നമ്മുടെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ, ദൈവത്തോടുകൂടി എനിക്കായിരിക്കണം. ഇന്ന് നമ്മൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു, ഞാനൊരു നല്ല കുമ്പസാരം നടത്തും എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഈ രാത്രി മരിച്ചാൽ പോലും നമുക്ക് ദൈവം സമ്മാനമായി സ്വർഗം നൽകും. കാരണം നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഏറ്റവും അടുത്ത ഒരവസരത്തിൽ എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ വിനിയോഗിച്ച്, അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കി ഞാൻ കുമ്പസാരിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അതാണ് കത്തോലിക്ക സഭയുടെ പഠനം, സഭാ പ്രബോധനം. അതാണ്. ഇപ്പൊ നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ മതി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് ഒന്ന് ഓർത്ത്, എന്റെ ഈശോയെ, ഞാനൊരു പാപിയാ, എങ്കിലും ഞാൻ നിന്റെ മോനല്ലേ, മോളല്ലേ, സ്വന്തമല്ലേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് നീ പറഞ്ഞത് നീ ഓർക്കണമേ. ഈശോയെ, നിന്റെ സ്വന്തമായ, നിന്റെ മോനായ, നിന്റെ മോളായ എന്നോട് കരുണ കാണിക്കണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പാ, മാപ്പാക്കണേ, കരുണ വർഷിക്കണേ. പാപങ്ങളെല്ലാം നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചിരിക്കും. ഈ ആഗ്രഹത്തോടെ നമുക്ക് ഒരു നിമിഷം തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. ആരാധനയിലാണ് വിടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് അമിതയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചില സൗണ്ട് മൈക്കൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് അമിത പാടുന്നു. ആ സമയത്ത് നമ്മൾ ആ പാട്ടിൽ പങ്കാളികളാകുന്നു. നമ്മള് മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പാടുന്നു, ആരാധിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായി വ്യാപരിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹൃദയം നുറുങ്ങി ആരാധിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഏറ്റുവാങ്ങാം. ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷയല്ലേ, കർത്താവ് നമ്മോട് കാണിക്കുന്ന കാരുണ്യമല്ലേ. ഈ കാരുണ്യത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ആരാധിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ പാടി പ്രാർത്ഥിക്കാം. വലിയതാണെനിക്ക് എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന
എൻ പ്രേമഗീതമാ എന്നെ യേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ആരാധന 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 ആരാധനയുടെ ഒരു ഗാനം കൂടി പാടാമോ? ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ ആരാധന ആരാധന നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും കവിഞ്ഞിടട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മൾ കേട്ടു 1849 ഖണ്ഡികയില് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുകയാണ്,
പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കുമെതിരായ കുറ്റകൃത്യമാണ്. അത് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലെ പരാജയമാണ്. പാപം ദൈവവുമായും മറ്റുള്ളവരുമായുമുള്ള നമ്മുടെ ബന്ധത്തിന് കേടുപാടുകൾ വരുത്തുന്നു. അത് മനുഷ്യ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും ആത്മാവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായി ഈ വചനത്തിന്റെ ഈ സഭയുടെ പ്രബോധനത്തിൽ, അതുപോലെ വചനം പഠിപ്പിക്കുന്നത് പോലെ പാപം നിയമലംഘനമാണ് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുമ്പോൾ ഈ മേഖലകളിൽ വന്നുപോയ തെറ്റുകൾ, പ്രത്യേകിച്ച് ഈശോ നമ്മളോട് എല്ലാ കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ മേഖലകളിൽ നമുക്ക് വന്നുപോയ വീഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമായി നമ്മുടെ ജീവിതങ്ങളിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. മൂലപാപത്തിന്റെ മേഖലകളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ സ്വാധീനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. ദൈവത്തെ മാറ്റിസ്ഥാപിക്കാനും സ്വയം ഉയർത്താനുമുള്ള അഹങ്കാരം, ആഗ്രഹം ഒരു അഹങ്കാരമായി നമ്മൾ നിലനിൽക്കുകയാ. ദൈവസന്നിധിയിൽ മാലാഖയായിരുന്നു ലൂസിഫർ. അഹങ്കാരം, അസൂയ കയറി വന്നപ്പോ മാലാഖ പിശാചായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ ഉയർത്തി. എന്നാൽ ആ സ്ഥാനം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാപത്തിന് അടിമകളായി, പിശാചിന്റെ അടിമകളായി നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവർ, ഈ മേഖലകളിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് സക്കറാരിയിൽ എഴുന്നള്ളിയിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മോചിപ്പിക്കും, അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അഹങ്കാരം വിട്ടുമാറാൻ, അത്യാഗ്രഹം വിട്ടുമാറാൻ, എല്ലാ ലസ്റ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ, എൻവി, അസൂയ എല്ലാം വിട്ടുപോകുവാൻ, എല്ലാ ഗ്ലട്ടണിയും സ്ലോത്തും എല്ലാ അലസതകളും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലുള്ള തീഷ്ണതക്കുറവെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ വിട്ടുപോകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ ജഡവ്യാപാരങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ നമുക്ക് ഈ രാത്രിയിൽ ആവശ്യമാണ്. വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തി, മൈക്കെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധിക്കുന്ന കർത്താവേ, പാപച്ചങ്ങലകൾ പൊട്ടട്ടെ. പ്രിയതേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. വഴിയുണ്ട് കർത്താവേ, കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ബന്ധനങ്ങളും പാപത്തിന്റെ ബന്ധനങ്ങളും തെറ്റുകളും അഴിയട്ടെ. സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. പ്രവൃത്തികൾ വിട്ടുമാറട്ടെ കർത്താവേ. നാശത്തിന്റെ മക്കളായി ഞങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. തുറക്കണമേ കർത്താവേ, വർഷിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. വിശ്വസിക്കുക, കുടുംബവും രക്ഷപ്രാപിക്കുന്നതിന്റെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പിതാ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് എന്നും അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പാപച്ചങ്ങലകൾ പൊട്ടിച്ച് വലിയൊരു അനുതാപവും മാനസാന്തരവും നൽകി ഈ രാത്രി അൽത്താരയിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ. അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി അഥവാ ദുർനടപ്പ്, വിഗ്രഹാരാധന. ഈ നിമിഷങ്ങളില് നമ്മൾ ഈ സ്ക്രീനിലുള്ളത് മാറ്റിയിട്ട് ദിവ്യകാരുണ്യം അച്ഛൻ നമ്മൾക്കായി എഴുന്നള്ളിച്ചു വെച്ച് തരികയാണ്. നമുക്ക് ഈശോയെ ഒന്ന് താണു വണങ്ങി ഒന്ന് ആരാധിക്കാം. സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്യാമോ ബ്രദറെ? ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് ഒരു നിമിഷം കൂടി ഒന്ന് ആരാധിക്കാമോ? എല്ലാവരും ഒന്ന് ആരാധിച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വ്യാപാരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, സ്വാർത്ഥാഭിലാഷം, ഭിന്നതകള്, വിഭാഗീയ ചിന്തകള്, വിദ്വേഷം, മദ്യപാനം, ഡ്രഗ്സിനടിമകളായി പോകുന്നത്, സ്മോക്കിംഗ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തിന്മകൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നു, മധുരോത്സവത്തിൽപ്പെട്ടു പോകുന്നു, മന്ത്രവാദം പോലെയുള്ള കെണികളിൽ പോകുന്നു, അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നു, യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഈ മേഖലകളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്നുള്ള ആ താക്കീത് നമ്മുടെ മുമ്പില് ഡെമോക്രസിന്റെ വാളുപോലെ ഉയർന്നു നിൽക്കുകയാണ്. നമുക്ക് ഓർക്കാം, ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈ പാപങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മോചനം ആവശ്യമാണ്. തമ്പുരാനെ കരുണയായിരിക്കണമേ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും വേദനിപ്പിച്ചു പോയിട്ടുണ്ട് ഈ പാപങ്ങളിലൂടെ. മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവെ അഗ്നിയായി ഒന്ന് ഇറങ്ങണമേ, ഇറങ്ങി വരണമേ കർത്താവേ. ഈ പാപമെല്ലാം ഒന്ന് ചാമ്പലായി പോകട്ടെ. വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ഒന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പാടി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും തമ്പുരാന്റെ സന്നിധിയില് പാടുന്നു. ഭവനത്തിലായിരുന്നു കൊണ്ട് ഈ പാട്ടിനോട് ചേർന്ന്, അമിതയോട് ചേർന്ന് പാടുകയാണ്. ആത്മാവ് ഒരു തീയായി, ഒരു അഭിഷേകമായി ഇറങ്ങി നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. ഈ പാപച്ചങ്ങലകളെല്ലാം ഒന്ന് എല്ലാം കത്തി ചാമ്പലാകട്ടെ. അതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മള് മോളോട് ചേർന്ന് ഒന്ന് ചേർന്ന് എല്ലാവരും ചേർന്ന് പാടുന്നു. ഇഷ്ടമായിട്ട് പാടുന്നു. ഈശോയെ നോക്കി ഈ ആൾത്താരയിൽ നിന്ന് വലിയൊരു ശക്തിയായി, ഒരു അഭിഷേകമായി, വലിയൊരു വിടുതലായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പാപത്തെ പരാജയപ്പെടുത്തിയവനാ,
അവൻ മരണത്തെ പരാജയപ്പെടുത്തിയവനാ, നിത്യജീവൻ നമുക്ക് അവകാശമാക്കി തന്നവനാ. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിട്ട് അവൻ വന്നത്. അവൻ പിശാചിനെ പരാജയപ്പെടുത്തിയ ദൈവമാ. ആ ദൈവം ഈ നിമിഷങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കും. ആത്മാവിന്റെ ആ വലിയ നിറവിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിറവ് അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് പാടിക്കേ. എല്ലാവരും ചേർന്ന് പാടുക. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ മൈക്ക് മ്യൂട്ട് ചെയ്ത് തന്നെ പാടിക്കുക. നമ്മളോട് ചേർന്ന്, ഈ വീരടികളോട് ചേർന്ന് പാടിക്കൊണ്ടിരിക്കുക. ഈ ഒരു ജന്മത്തിന് വേണ്ടി ആഗ്രഹിച്ച് പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യോർദാൻ നദിയിലന്ന് തീനാവിന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. യോർദാൻ നദിയിലന്ന് തീനാവിന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവിന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവിന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും ധീരതയോടെ ചലിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധീരതയോടെ ചലിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിമിഷങ്ങളില് ഈ പാപബന്ധനങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഈ അൽത്താരയിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒപ്പം ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിച്ച
അനേക മക്കളുണ്ട്. അനേകരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം ഫലമായിട്ടാണ് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഡിവിന മിസ്രിക്കോർഡിയ മിനിസ്ട്രിയെ സമർപ്പിക്കാം. അതിന്റെ എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള കരുണയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ യാതൊരു പ്രതിഫലക്ഷ്യം കൂടാതെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായി നമ്മളെ സഹായിച്ച അനേക ശുശ്രൂഷകരുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കാം. ഒപ്പം നാളത്തെ നമ്മുടെ നൈറ്റ് വിജിലിനെ സമർപ്പിക്കാം. ധ്യാനത്തിന്റെ സമാപനം ഒരു നൈറ്റ് വിജിലായിട്ടാണല്ലോ നമ്മൾ കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബം മുഴുവനും അതിനായിട്ട് നിറയണം. നമ്മുടെ കുടുംബ വൃക്ഷം മുഴുവനും നിറയണം. നാളെ സാധിക്കുന്നിടത്തോളം നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാക്കണം. നാളെ 6 മണി ഇന്ത്യൻ സമയം 6 മണി മുതൽ നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വലിയൊരു വിടുതല്, വലിയൊരു ശുശ്രൂഷയായിട്ട് നാളെ കർത്താവ് അതിനെ മാറ്റാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വലിയ വിടുതലുകളും ആത്മാവിന്റെ വലിയൊരു അഭിഷേകവും ഒക്കെ സംഭവിക്കും. നമുക്കതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. നമ്മുടെ തീരുമാനത്തെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കാം. നല്ലൊരു കുമ്പസാരം നാളെ നടത്താൻ, അങ്ങനെ കുമ്പസാരിച്ച് വരാൻ സാധിക്കുന്നവരൊക്കെ അതിനുള്ള അവസരം ഉപയോഗിക്കുക. നാളെ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം എന്ന് ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക. ദൈവം പ്രവർത്തിച്ചോളും. അത് മതി. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ തീരുമാനമെടുത്ത് നമ്മൾ ഇന്ന് മരിച്ചാൽ പോലും സ്വർഗത്തിൽ പോകും. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. അവന്റെ കരുണ അത്ര വലുതാണ്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആ എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് നാളത്തെ ശുശ്രൂഷയൊന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അഗസ്റ്റിൻ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛനെ ഇന്ന് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അച്ഛൻ വന്നു. അച്ഛൻ തിരക്കിനിടയിൽ ഓടി വന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് തന്നല്ലോ. അഗസ്റ്റിൻ മേനോൻകരിയിൽ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അച്ഛന്റെ ശുശ്രൂഷകളെ ഓർക്കാം. ദിവസങ്ങളിലൊക്കെ അച്ഛന്റെ വലിയ പ്രാർത്ഥനയും സഹായവും നമുക്ക് ലഭിച്ചു. ധാരാളം വൈദികർ നമ്മുടെ ടീമിലെ ഇന്നലെയൊക്കെ നമുക്ക് ശുശ്രൂഷ ചെയ്ത കുര്യനച്ഛനെയും നമ്മുടെ ദീപക് അച്ഛനെയും നാളെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന അച്ഛന്മാരെയും അതുപോലെ നമ്മുടെ സജി ബ്രദറിനെയും എല്ലാവരെയും ഓർക്കാം. നാളെ ടോജോ ബ്രദർ നമുക്ക് കുവൈറ്റിൽ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് ചേരും. ആ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അദ്ദേഹം നല്ല മ്യൂസിക് മിനിസ്റ്റർ ചെയ്യുന്നതാണ്. നന്നായിട്ട് പാടി ആരാധിക്കും. ആ മകനെയും നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. നാളത്തെ ദിനം ഒരു വലിയ അഭിഷേകത്തിന്റെ ദിനമായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ മക്കളോടും തലമുറകളോടും കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും സഹോദരന്മാരെയും എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരു പുത്തൻ ജനനം ഞങ്ങൾക്ക് നൽകണം. പുതിയൊരു ജന്മം, പുതിയൊരു അഭിഷേകം, ആത്മാവിന്റെ വലിയൊരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നതിന്, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഉജ്ജ്വലിക്കുന്നതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളെയും പാപത്തിന്റെ ബന്ധനങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാ. ഓ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് പൗലോസ്ലീഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കും. എന്റെ കർത്താവെ, നിർവീര്യമാക്കിപ്പോയ നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, സകല അടിമത്തത്തിൽ നിന്നും സകല അന്ധകാര ശക്തികളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും ഒക്കെ ഞങ്ങൾക്കൊരു മോചനം നൽകണമേ കർത്താവെ. എല്ലാ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജഡവ്യാപാരങ്ങളും ഞങ്ങൾ വിട്ടുപോകട്ടെ. ഈശോയെ, എല്ലാ മൂലപാപത്തിന്റെ കെട്ടുകളും പൊട്ടട്ടെ കർത്താവായ ഈശോയെ. ഞങ്ങളുടെ ആത്മീയ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഈശോയെ, എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും, പ്രത്യേകിച്ച് മൂലപാപം പല പാപങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതാണല്ലോ. ആ മേഖലകളിൽ ഞങ്ങൾക്കൊരു വലിയൊരു വിടുതല് കർത്താവെ ഈ നിമിഷങ്ങളിൽ അങ്ങ് നൽകണമേ. അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവെ. എല്ലാ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അന്ധകാര പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അഹങ്കാരം വിട്ടുമാറട്ടെ, അത്യാഗ്രഹം വിട്ടുമാറട്ടെ, മോഹം വിട്ടുമാറട്ടെ, അസൂയ വിട്ടുമാറട്ടെ, ലസ്റ്റ് വിട്ടുമാറട്ടെ, എന്നി വിട്ടുമാറട്ടെ, ഗ്ലട്ടണി പോകട്ടെ കർത്താവേ. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. ഈശോയെ, കരുണയായിരിക്കണമേ. ധനമോഹം, ഈശോയ്ക്ക് 1 സ്ഥാനം കൊടുക്കുന്നതിന് പകരം പണത്തിന് പ്രാധാന്യം, സമ്പത്തിന് പ്രാധാന്യം, സൗന്ദര്യത്തിന് പ്രാധാന്യം, മറ്റ് വ്യക്തികൾക്ക് പ്രാധാന്യം, അങ്ങനെയൊക്കെ കൊടുത്തു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മേഖലകളിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ, പൈശാചിക ബന്ധനങ്ങളെ
അന്ധകാര ദുഷ്ട ശക്തികളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ പിതാക്കന്മാരോട് ചേർന്ന്, വൈദികരോട് ചേർന്ന് കർത്താവേ, ഞങ്ങൾ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശക്തി നിമിഷങ്ങളിൽ സമൂഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. സകല ബന്ധനങ്ങൾ വഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, അന്ധകാര ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, അനുഗ്രഹ വഴികളിൽ തടസ്സം നിൽക്കുന്ന തീന്മയ ശക്തികളെ കർത്താവേ, ഞങ്ങളുടെ കൂടെയുള്ള അഗസ്റ്റിനച്ചിന്റെയും ഞങ്ങളുടെ ടീമിനെ നയിക്കുന്ന വൈദികരുടെയും പിതാക്കന്മാരുടെയും എല്ലാം ആ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, തണലിൽ നിന്നുകൊണ്ട്, മാമോദീസായിൽ ഞങ്ങളെ മുദ്രമാക്കിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും വരങ്ങളിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടി വായിക്കുന്നു, നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്നു. കർത്താവെ, അനുഗ്രഹമാരി കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, തിന്മ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. കർത്താവേ, ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ വിഷയോട് എടുത്ത് മാറ്റണമേ. അനുഗ്രഹമാരി കൊണ്ട് നിറയ്ക്കണമേ, കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. നിറയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കൃപയിൽ ഞങ്ങൾ പറയട്ടെ, കൃപയിൽ ഞങ്ങൾ പറയട്ടെ. ഹല്ലേലൂയ. ശിവേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നമുക്ക് ഫൈനൽ ബ്ലെസ്സിങ്ങിനായിട്ട് ഒരുങ്ങാം. അവസാനത്തെ ആ ഗാനം പാടിക്കൊണ്ട് ആ ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. മോളെ പാടിക്കും അമിത, ഫൈനൽ ബ്ലെസ്സിങ്ങിനുള്ള പാട്ട്. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈ ഗാനം നമുക്ക് ബ്ലെസ്സിങ് സ്വീകരിച്ചതിന് ശേഷം പാടാം. അച്ഛൻ നമുക്ക് ബ്ലെസ്സിങ് തരാൻ പോവാണ്, നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാവത്തിൻ കരകളെ മർത്യനു നീ മോചനമേകി. സദൃശകടാക്ഷം ദൂകണമേ വത്സരസുതരിൽ, നിർമ്മലനായി ജീവിടുവാൻ ഇന്ദ്രനേ സാധിക്കുന്നവരൊക്കെ തല വണങ്ങി ഈശോയുടെ സന്നിധിയിൽ ആശീർവാദം സ്വീകരിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ ആരാധന,
ആരാധന ആരാധന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ച യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളെ അനുഗ്രഹിച്ച യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ദൈവത്തെ വാഴ്ത്തിടുവേ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ.